നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടോ ഇതുപോലൊരു വിഭവം? ബട്ടിളപ്പം എന്നും ബട്ടേളപ്പം എന്നൊക്കെ പറയപ്പെടുന്ന ദ്വീപ് പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിൽ മെയിനായിട്ട് മുട്ടയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് തയ്യാറാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. എന്നാലേ നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇത് കിട്ടുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ദ്വീപ് സ്പെഷ്യലായിട്ടുള്ള പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് 5 മുട്ടയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് നമുക്ക് ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. 5 മുട്ടക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്തേക്കുന്നത്. ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും ഫുഡ് കളർ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേണ്ട എന്നുള്ളവർക്ക് ഒഴിവാക്കാം. പിന്നെ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടിയാൽ മാത്രം മതി. ഇത് ഒരിക്കലും മുട്ട പതഞ്ഞ് പൊങ്ങരുത് കേട്ടോ. അത് പ്രത്യേകം ഞാൻ പറയുകയാണ്. ഇത് മിക്സിയിലിട്ട് അടിക്കാൻ പാടില്ല. അതുപോലെ ഇതുപോലെ ബീറ്റർ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഇങ്ങനെ പതയുന്ന രീതിയിൽ നമ്മൾ അടിച്ചെടുക്കാൻ പാടില്ല. ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി ആ പഞ്ചസാര ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കിത് അരിച്ച് എടുക്കണം. കാരണം ഈ മുട്ടയ്ക്കൊരു പാടയുണ്ടാവും, അതും ഇതിലേക്ക് വരാൻ പാടില്ല. ഇത് ഒരിക്കലും പതഞ്ഞ് പൊങ്ങാത്ത രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ കാര്യം നല്ല പോലെ ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചായയുടെ അരിപ്പയിലൂടെ തന്നെ നിങ്ങൾ അരിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഇത് നല്ല പോലെ ആ പാടത്തിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഈ പാട നമ്മൾ നീക്കിയെടുക്കുന്നത്. നമ്മളത് ആവി കയറ്റിയെടുക്കുന്നത് ഇഡലി പാത്രത്തിലാണ് കേട്ടോ. അപ്പോൾ ആ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തും ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് താഴെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഇഡലി പാത്രത്തിന് 1, 2, 3 തട്ടൊക്കെ ഉള്ളവരുണ്ടാവൂലേ. പക്ഷേ ഈ ഒരു വിഭവേ ഒരുമിച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. ഒരു സമയം ഒരു തട്ടിലിട്ടിട്ട് മാത്രമേ നമുക്കിത് ആവി കയറ്റിയെടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ നമ്മൾ 2, 3 തട്ടായിട്ട് നമ്മൾ വെക്കുവാണെങ്കിൽ മുകളിലത്തെ തട്ടിൽ നിന്ന് താഴേക്ക് വെള്ളം ഇറങ്ങും. ഇതിലേക്ക് ഒട്ടും വെള്ളം ഇതിലേക്ക് കയറാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒറ്റ തട്ടിൽ മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. ഇനി അത് മാത്രമല്ല, നമ്മളിത് ഇങ്ങനെ ആവി കയറ്റുന്ന സമയത്തും ഈ പാത്രത്തിൻ്റെ അടപ്പുണ്ടല്ലോ അത് മുഴുവനായി അടക്കാനും പാടില്ല. അങ്ങനെ അടച്ചാലും അതിലേക്ക് വെള്ളം വീഴും. അപ്പോൾ അത്രയും കരുതിയിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ അതുമാത്രമല്ല, ഇടയ്ക്ക് നമ്മളിതിൻ്റെ മൂടി ഇങ്ങനെ തുറന്നു കൊടുക്കണം കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ഈ മുട്ട നമുക്ക് പൊങ്ങിപ്പോവാനും പാടില്ല. അപ്പോൾ ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ ഇത് ഏകദേശം പകുതി ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കിസ്മിസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കിസ്മിസോ ചെറിയോ ഒക്കെ വെക്കാം. കൂടുതലായും കിസ്മിസ് തന്നെയാണ് കേട്ടോ അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ തണുത്തതിന് ശേഷം ഇതിൽ നിന്ന് എടുക്കാം. നല്ലപോലെ തണുത്താൽ നമുക്ക് ഈസിയാണ് കേട്ടോ ഇതിൽ നിന്ന് എടുക്കാനായിട്ട്. വളരെ ഈസിയല്ലേ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ദ്വീപ് സ്പെഷ്യൽ ബട്ടേളപ്പം അഥവാ ബട്ടിളപ്പം എന്നൊക്കെ പറയുന്ന ഈ ഒരു പലഹാരം കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഒരു വട്ടെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന പലഹാരം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാം. അതുമാത്രമല്ല, വീട്ടിലൊക്കെ പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും, അങ്ങനെയുള്ളവർ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.